ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, കാണുന്നുണ്ടോ? ഇതാണ് ഒച്ച്. ഈ ഒച്ച് ചേട്ടനെ കാണിക്കാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കിതുപോലെ ഒച്ചഴയണ പോലെ എഴയണം, അതോ ഒരു പെർഫെക്റ്റ് ചീറ്റ പോകുന്നത് പോലെ പോകണം? അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, നിങ്ങളാണ്. കൊറോണ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ലൈഫ് ഏകദേശമൊക്കെ ആക്റ്റീവായിരുന്നു. എല്ലാവർക്കും ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ആയുസ്സിലും നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 50% കൂടുതൽ ആളുകൾ ജിമ്മിനെ ആശ്രയിച്ച് തുടങ്ങിയ ഒരു സമയത്താണ് ഈ കൊറോണ വന്ന് എല്ലാ കാര്യങ്ങളും അടച്ചു പൂട്ടി നമ്മൾ വീട്ടിലിരിപ്പായത്. അതുവരെ കൊണ്ടുവന്നിരുന്ന ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. നമ്മൾ ഏകദേശം കൈവരിച്ച ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു കാര്യം. നമ്മളുടെ വീട്ടിലിരുന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് ആരോഗ്യം സംരക്ഷിക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചില ഭക്ഷണശീലങ്ങളെ പറ്റിയും ചില എക്സസൈസിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെയാണ്. ഇപ്പോൾ നോക്കിക്കേ, ഇതൊരു അത്യാവശ്യം നല്ലൊരു കാടാണ് അല്ലേ? ഈ ഒരു വള്ളി കണ്ട നോർമലി ഒരാൾ കയറിയിരിക്കാനും ചാടി കയറാനും ആടാനും ഒന്നും മടിക്കും. ഇത് പറയാൻ എന്താ കാര്യം എന്നറിയോ? മൊബിലിറ്റി, ചലനം. അതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. ഇരുന്നിടത്തിരുന്ന് കാര്യം നടത്തുന്ന ഒരു യുഗത്തിലാണെന്ന് നമ്മൾ അല്ലേ? കറങ്ങുന്ന ഒരു കസേരയിൽ ഇരുന്നാൽ കൈപ്പിടിയിലെല്ലാം കിട്ടും. പക്ഷെ അതിൻ്റെ കൂടെ എന്ത് കിട്ടും? കൈപ്പിടിയിൽ ധാരാളമായി അസുഖങ്ങൾ കിട്ടും. അപ്പം ചാടി ഓടി അടുത്ത സ്ഥലത്തേക്ക് പോവല്ലേ? ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചലിക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. ആക്റ്റീവായിരിക്കണം. അത് നിസ്സാരമായി ടി വിയുടെ മുമ്പിൽ നിന്നും നമുക്ക് ആ ടി വി ഒന്ന് ഓഫ് ചെയ്യാൻ ഒരു റിമോട്ട് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മക്കളെ വിളിക്കും അല്ലേ? അറ്റ്ലീസ്റ്റ് എഴുന്നേറ്റ് പോയി റിമോട്ട് എടുത്ത് ആ ടി വി ഒന്ന് ഓഫ് ചെയ്യാൻ പോലും പറ്റാത്തത്ര മടിയിലേക്ക് നമ്മൾ കുറേ പേരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറാനുള്ളൊരു ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ? മാക്സിമം എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നവരെ ആക്റ്റീവായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ചലനം കുറഞ്ഞാലുള്ള ഒരു മെയിൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിനൊരു മെറ്റബോളിസം ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്ന് ദഹിച്ച് നമ്മളുടെ എല്ലാ അവയവങ്ങളിലേക്കും എത്താനുള്ളൊരു സംഭവമാണ്. നമ്മളിങ്ങനെ അനങ്ങാതെ ഒരു ഭാഗത്ത് അനങ്ങാപ്പാറയായിട്ടിരുന്ന എന്താ സംഭവിക്കുക? നമ്മുടെ ഈ മെറ്റബോളിക് റേറ്റ് വളരെയധികം താഴുകയാണ് ചെയ്യുക. മെറ്റബോളിക് റേറ്റ് കുറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയായിട്ടുള്ള രീതിയിൽ ദഹനം നടക്കാതെ വരികയും ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് പലർക്കും ഈ കുടവേറ് ചാടൽ, നമുക്കൊരു കോൺഫിഡൻസ് പോകും അല്ലേ? സത്യത്തിൽ നമുക്കിഷ്ടമുള്ള ഒരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് മാറും അല്ലേ? എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. മിക്കവാറും ശരീരം വരെ ചിലപ്പോൾ മെലിഞ്ഞതായിരിക്കും, പക്ഷെ വയറ് വല്ലാതെ കൂടിയുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ സ്പീഡിൽ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പാരമ്പര്യമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കാരണവന്മാരുടെ കയ്യിൽ നിന്നും. നല്ല സ്വഭാവമുണ്ട്, മോശ സ്വഭാവമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല ശീലങ്ങളുണ്ട്, നല്ല കഴിവുകളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പാരമ്പര്യജന്യ രോഗങ്ങൾ അല്ലേ? പാരമ്പര്യമായിട്ട് വരുന്ന നമ്മളുടെ അസുഖങ്ങൾ നമ്മളുടെ പടിക്ക് പുറത്ത് നമ്മൾ നിർത്തിയാൽ മതി. അകത്തേക്ക് കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഭക്ഷണവും കൃത്യമായിട്ടുള്ള വർക്കൗട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ 7 ദിവസം ഉണ്ടല്ലോ, ഒരു 4 ദിവസം ആർക്കാനും വേണ്ടി ഒന്ന് എക്സസൈസ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ദിവസം നമുക്ക് ലാവശ്യമാകുന്നു. ഒരിക്കലും അത് പറ്റില്ല. 7 ദിവസത്തിൽ 6 ദിവസമെങ്കിലും അല്ലെങ്കിൽ 5 ദിവസമെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണം. ആ എക്സസൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ കലോറി തിരിച്ചു പോകാത്ത രീതിയിൽ അടുത്ത 2 ദിവസം നമ്മൾ ബിഹേവ് ചെയ്യണം. ഇത് നോക്കിയേ, ഞാൻ ഈ കാട്ടിൽ നിന്ന് പറിച്ചതാണ് അല്ലേ? ഇതിപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് ഈ സാധനം നല്ലൊരു ഫ്ലവർ വേസിൽ കൊണ്ടുവച്ചാൽ ഇതിന് വില ഒരുപാട് മതിക്കും അല്ലേ? അതുപോലെയാണ് നമ്മുടെ കാര്യം. നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളത് നല്ല ശരീരമാണ്, നല്ല ആരോഗ്യമാണ്, നല്ല മനസ്സാണ്. അതിന് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും മുകളിലിരിക്കുന്ന സർവേശ്വരൻ കൽപ്പിച്ചിട്ടില്ല. പക്ഷെ ആ ആരോഗ്യവും സൗന്ദര്യവും നമ്മളുടെ സൗഭാഗ്യവും നമ്മളതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നത് മാത്രമാണ് ഇവിടെ കാര്യം. ചിലർ അത് വളരെയധികം അവഗണനയോടെ എവിടെയെങ്കിലും ഇടും, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. ചിലത് കിട്ടിയതിനേക്കാൾ ഭംഗിയായിട്ട് അത് തേച്ച് തുടച്ച് മിനുക്കി കൊണ്ടുനടക്കും. അവരുടെ ആരോഗ്യം, അവരുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം അവരുടെ കൈകളിൽ ഭദ്രമായിരിക്കും. പ്രധാനമായിട്ട് ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു കലോറിക് വാല്യൂ ഉണ്ട്. ഓക്കെ, ആ വാല്യൂ ഏതുമായിട്ട് ഈക്വൽ ആവണം. നമ്മൾ രാവിലെ തൊട്ട് ഉറങ്ങുന്ന വരെ നമ്മളുടെ ശരീരം ചിലവാക്കുന്ന ഒരു കലോറി ഉണ്ട്.
അത് എക്സസൈസ് ചെയ്തിട്ടാവാം, കൂടുതൽ ഭക്ഷണം കഴിക്കുകയും കുറഞ്ഞ കലോറിയാണ് ബേൺ ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഈ അധികമായി കഴിക്കുന്ന ഭക്ഷണം സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ മൊത്തം ഫാറ്റായിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം, ഒരു സുഖങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, മധുരം ഒഴിവാക്കാൻ പറ്റില്ല, വറുത്തതും പൊരിച്ചും ഒഴിവാക്കാൻ പറ്റില്ല, 3 നേരം നോൺ വെജ് വേണം, അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തിന്നോളൂ. എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുമ്പോൾ വരെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരുപാട് ആപ്പ് ഉണ്ട് അല്ലേ ഇപ്പോൾ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യാതൊരു സംശയവും വേണ്ട, ഒരു 2000 തൊട്ട് 5000 കലോറി വരെ ഒരു ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആകെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കലോറി എന്തായിരിക്കും, ബേൺ ചെയ്യുന്ന കലോറി എന്തായിരിക്കും എന്നറിയോ? ഇത്ര മാത്രം ചവയ്ക്കാനുള്ള കലോറി, പിന്നെ ഫോണിൽ കുത്താനുള്ള കലോറി. ഞാൻ കളിയാക്കല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. പക്ഷെ ആദ്യം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം. എന്ത്, എനിക്ക് ഇത്രയും വെയിറ്റ് കുറയണം, എൻ്റെ പൊക്കത്തിന് ആനുപാതികമായിട്ട് എനിക്ക് എന്ത് വേണം, വെയിറ്റ് വേണം അല്ലേ എന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ച് ആ ഒരു ടാർഗറ്റ് എത്തുന്നവരെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണം. എൻ്റെ ചാനലിൽ നമ്മുടെ സമന്വയത്തിൽ ഒരു എക്സസൈസ് വീഡിയോസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു 4-5 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണാം. ബാലൻസ് ഡയറ്റിൽ പ്രധാനമായിട്ടും 3 തരം ഫുഡാണുള്ളത്. എനർജി ഗീവിങ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. എനർജി ഗീവിങ് ഫുഡ് പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജിയാണ് തരുന്നത്. ബനാന, ഫിഷ്, റൈസ്, പൊട്ടറ്റോ, എഗ്ഗ്, ബ്രെഡ്, കോഫി തുടങ്ങിയവയൊക്കെ എനർജി തരുന്ന ഫുഡുകളാണ്. ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഫുഡാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്. അതായത് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്. ഇറച്ചി, മീൻ, മുട്ട, ചില നട്ട്സ്, കുറച്ച് പൾസസൊക്കെ അതിൽ പെടും. നമ്മുടെ നല്ല സെൽസും നമ്മുടെ മസിൽസും തീർച്ചയായിട്ടും ആ മസിൽമാനും ഒക്കെ അതിൽ പെടും. അവർക്ക് കൂടുതലായിട്ട് അവരെന്താണ് ശ്രദ്ധിക്കുക, കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ട് ബോഡി ബിൽഡ് ചെയ്യാനുള്ള സംഭവം, മസിൽ ബിൽഡ് ചെയ്യാൻ നോക്കും. മൂന്നാമത്തെയാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, പ്രൊട്ടക്റ്റീവ് ഫുഡ്. അതായത് നമ്മുടെ ഡാമേജ് ആയിപ്പോയ സെല്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാനും റിപ്പയർ ചെയ്ത് വരാനും അസുഖങ്ങൾ വരാതെ നമ്മളെ നോക്കുകയും ചെയ്യുന്നതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻസും മിനറൽസുമാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ്, പൾസസും ഒക്കെയാണ് നമുക്ക് ആ പ്രൊട്ടക്റ്റീവ് ഫുഡിൽ വേണ്ടത്. നമ്മളുടെ ആരോഗ്യത്തിന് നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് വേണം നമ്മുടെ ബാലൻസ് ഡയറ്റ് തീർച്ചയായിട്ടും നമ്മൾ സെറ്റ് ചെയ്യാൻ. ഒരു കുട്ടിക്ക് വേണ്ട ബാലൻസ്ഡ് ഡയറ്റല്ല ഒരു അഡൽട്ടായിട്ടുള്ള ഒരാൾക്ക് വേണ്ടത്. അപ്പം നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ പ്രായം, നമ്മുടെ ജെൻഡർ, നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖല, ഏത് ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം, നമ്മളുടെ ആവശ്യം, നമ്മളുടെ പരിസ്ഥിതി, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മുടെ ബാലൻസ് ഡയറ്റ് സെറ്റ് ചെയ്യാൻ. നമ്മളങ്ങനെ തോന്നിയ പോലെ നമ്മളൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇന്ന് മുതൽ ഞാൻ കട്ട ഡയറ്റ്, കട്ട എക്സസൈസ് എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റില്ല. അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യം നോക്കി, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഒരു ഡയറ്റീഷ്യനെയോ ഡോക്ടറെ ഫിസിഷ്യനെ കണ്ടതിന് ശേഷം മാത്രം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, പലവിധ വണ്ണം ഒരുപാട് കൂടിയ ഒരു സമയത്ത് ഞാൻ പലവിധ ഡയറ്റുകൾ നോക്കിയിട്ടുണ്ട്. കീറ്റോ ഡയറ്റ് നോക്കിയിട്ടുണ്ട്, എഗ് ഡയറ്റ് നോക്കിയിട്ടുണ്ട്, ചിക്കൻ ഡയറ്റ് നോക്കിയിട്ടുണ്ട്, ഫ്രൂട്ട് ഡയറ്റ് നോക്കിയിട്ടുണ്ട്, പട്ടിണി ഡയറ്റ് നോക്കിയിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട്. സംഭവം കുറയും, 1 മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുറയും. പക്ഷെ അതോടൊപ്പം തന്നെ കുറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ മുടി കുറയും, നമ്മുടെ സ്കിന്നാകെ ചുളിഞ്ഞു പോവും, കണ്ണ് കുഴിയിൽ പോവും. ആവശ്യമുള്ള ഭക്ഷണം കൃത്യമായിട്ട് അളവിൽ കഴിച്ചുകൊണ്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആരോഗ്യം സംരക്ഷിക്കാൻ, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് നിലനിർത്താൻ. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഈ എളുപ്പം കുറയുന്ന ഡയറ്റുകൾ നമ്മൾ നോക്കരുത്. പകരം 3 നേരം എന്ന ഭക്ഷണത്തിന് പോലെ 5 നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കുക. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഒരു 3-4 ബദാമും കൂടെ നിങ്ങൾ കഴിക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മൾ എക്സസൈസ് ചെയ്യുക. ആ എക്സസൈസ് ചെയ്യുന്ന സമയം വരെ നമ്മൾ 1 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുക. എങ്ങനെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വീഡിയോ പോലും നമ്മൾ ചെയ്തിട്ടുണ്ട്. വെള്ളം കൂടി അത്ര നിസ്സാരമല്ല എന്ന് നിങ്ങൾ ഓർക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഓട്സിൻ്റെ എന്തെങ്കിലും ഒരു സാധനം, അതിനേക്കാൾ നല്ല റാഗി, മില്ലറ്റ് അങ്ങനെയുള്ള സാധനത്തിൻ്റെ കുറുക്കുകളായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടാത്തവർക്ക് പുട്ടായിട്ട് കഴിക്കാം. പുട്ടൊക്കെ ഒരു പീസാണ് ഉദ്ദേശിക്കുന്നത്. പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റിയുടെ പകുതിയല്ല, ഒരു 1/4 കുറ്റി. മാക്സിമം വെജിറ്റബിൾ കറി നിങ്ങൾ ഉപയോഗിക്കുക. വെജിറ്റബിൾ കറിയിൽ ഈ തേങ്ങാപ്പാലും തേങ്ങയൊന്നും അരച്ച കറിയല്ല, മസാലകൾ അത്യാവശ്യം നിങ്ങൾക്കിടാം. അതിൻ്റെ കൂടെ ഒരു ബോയിൽഡ് എഗ്ഗ്, ഫുൾ എഗ്ഗ് നിങ്ങൾക്ക് കഴിക്കാം. മുട്ട കഴിച്ചാൽ പ്രത്യേകിച്ച് കുഴപ്പമില്ലാത്തവർക്ക് അതങ്ങനെ പോയി ഒരു 11 മണിയാകുമ്പോൾ, മിഡ് മോർണിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഗ്ലാസ് മോരും വെള്ളം കുടിക്കാം. ഓക്കെ, പാടം മാറ്റിയ പാലും കൊണ്ട് ഉണ്ടാക്കിയ മോര് വെള്ളം കുടിക്കാം. ആ മോരും വെള്ളത്തിൽ
നെല്ലിക്ക, കാന്താരി അല്ലെങ്കിൽ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ധാരാളമായിട്ട് അരച്ചോ ചതച്ചോ ഇട്ടിട്ട് ഒരു 250 മില്ലി തൊട്ട് 300 മില്ലി വരെ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് 1, 2, 3 ചപ്പാത്തി നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ വർക്കിനും അനുസരിച്ച് കഴിക്കാം. ഒരു പ്ലേറ്റിനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചാൽ പ്ലേറ്റിൻ്റെ ഹാഫ് നിങ്ങൾ വെജിറ്റബിൾ കഴിക്കുക. കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ് വെജിറ്റബിൾ ആവാം. അതിൻ്റെ 1/4 ഭാഗം നിങ്ങൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. ചോറ് ഒഴിവാക്കുക. മാക്സിമം ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ നിങ്ങൾക്ക് കഴിക്കാം. ചോറ് നിർബന്ധമായിട്ടുള്ളവർക്ക് 1/4 ഭാഗം ചോറ് കഴിക്കാം. ബാക്കി 1/4 ഭാഗം നിങ്ങൾക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാം. ഇറച്ചിയോ മീനോ മുട്ടയോ കഴിക്കാം. അതൊരിക്കലും വറുത്തതോ പൊരിച്ചതോ ആവരുത്. കറി വെച്ചതായിരിക്കണം. അല്ലെങ്കിൽ എണ്ണയില്ലാതെ ബേക്ക് ചെയ്തോ ഗ്രിൽ ചെയ്തോ. അപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളായാലോ. 5 മണിക്ക് ഒരു പഴമോ, ഏത്തപ്പഴമല്ലാട്ടാ പ്രത്യേകം പറയുകയാണെ, ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏത്തപ്പഴം പറഞ്ഞിട്ടുള്ളതല്ല. കുട്ടികൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇനി പഴവും ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒരു 2 ഡേറ്റ്സ് കഴുകി കഴിക്കാം. അതവിടെ തീർന്നു. രാത്രി സലാഡ് മാത്രമേ ഉള്ളൂ. മാക്സിമം 50% കൂടുതൽ വെജിറ്റബിൾസ്, കുക്ക് ചെയ്തതാവാം കുക്ക് ചെയ്യാത്തതാവാം. അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഇറച്ചിയോ മീനോ പുഴുങ്ങിയത് ഏതെങ്കിലും ഒന്ന്, പ്രോട്ടീൻ ആയിട്ടുള്ള സാധനം, ഉപ്പും കുരുമുളകും ഇട്ട് പുഴുങ്ങിയിട്ട് സലാഡ്, മെയിനായിട്ട് സലാഡ്. ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഏകദേശം കൊണ്ടുപോകും. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ തന്നെ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ മിനിമം ഒരു 4 കിലോ, ഒരു മണിക്കൂർ എക്സസൈസും കൂടെ പറഞ്ഞു കേട്ടോ, നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു നല്ല നാളേക്ക് വേണ്ടി, നല്ല ആരോഗ്യശീലത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി, നമ്മളുടെ സന്തോഷത്തിനും സൗന്ദര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു നല്ല ശീലം നമുക്ക് തുടങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.